രണ്ടാഴ്ച മുൻപ് എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഡയബറ്റിക് ഫുട്ടാണ് അത്. ആക്ച്വലി ഇവിടെ വന്നത് ഒരു എന്താ പറയുക, നമുക്ക് ഈ കാലിനിടയിൽ ഈ തഴമ്പ് ഉണ്ടാവില്ലേ, ഈ തഴമ്പ് ചില സമയത്ത് അതിൻ്റെ ആ തഴമ്പ് കൊണ്ട് ആ ഭാഗത്ത് ഇൻഫെക്റ്റായിട്ട് അത് ഡയബറ്റിക് ഫുട്ടായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ചില കേസുകൾ ഇത് വല്ലാണ്ട് ഇഗ്നോർ ചെയ്യും. ആ ചെറിയ മുറിവല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യും. ആ സാധനമാണ് സെല്ലുലൈറ്റിസ് പോലുള്ള അവസ്ഥകൾ വന്നിട്ട് പിന്നെ ഡയബറ്റിക് ഫുട്ടായി മാറി അത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായിട്ട് പിന്നെ ചിലവർക്ക് കാലിന് സർക്കുലേഷൻ കുറവാണെങ്കിൽ ആ ആംപ്യൂട്ടേഷൻ എന്നുള്ള ലെവലിൽ പോവുക. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു കേസ് വന്നിട്ട് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. 2-3 കാര്യങ്ങളാണ്. പേഷ്യൻ്റ് കൃത്യമായിട്ട് ആ ഒരു ഇൻഫെക്ഷൻ സ്റ്റാർട്ടായപ്പോൾ തന്നെ എന്നെ വന്ന് കാണുകയും കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും ചെയ്തതിൻ്റെ പേരിൽ വിതിൻ ഒരു 10 ഡേയ്സുക്കുള്ളിൽ, ഐ മീൻ ലൈക്ക് ഇപ്പോൾ 2 ആഴ്ച മുന്നേ വന്നു, കഴിഞ്ഞ ആഴ്ച ഒരു 2 ഡേയ്സ് മുന്നേ വരെ അയാളുടെ പരിപാടി എല്ലാം ക്ലിയറായി. ആ കാല് ഹീലായതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. ബട്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് എന്തോ എനിക്ക് കുറച്ച് തിരക്ക് വന്നു, പേഷ്യൻസ് വന്നതിൻ്റെ പേരിൽ ആ തിരക്കിൻ്റെ പേരിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡേ 1 എടുത്തതിൻ്റെ ആ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു ആ കാല്. പിന്നെ മൈൽഡായിട്ടുള്ളൊരു സെല്ലുലൈറ്റിസേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഭീകരമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ പറ്റാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം അതിൻ്റെ അകത്തുള്ള ഇതൊക്കെ ചെയ്തിട്ട് സ്ക്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് ഞാൻ ഏറെക്കുറെ ഇട്ടേക്കണത്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് മാത്രമല്ല, നമുക്കൊരിപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. ഷീ ഈസ് വെരി എക്സ്പീരിയൻസ്, ഞങ്ങളെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. പിന്നെ അതേപോലെ എൻ്റെ അച്ഛൻ, നിങ്ങൾക്കറിയാം, ഡോക്ടർ വേണുഗോപാലപ്രഭു, പുള്ളിയും എല്ലാ ദിവസവും രാവിലെ ഇരിക്കുന്നുണ്ട്. പുള്ളി ജനറൽ ഫിസിഷ്യനാണ്, ജനറൽ മെഡിസിനാണ് പുള്ളി ഹാൻഡിൽ ചെയ്യുന്നത്, ഓഫ് കോഴ്സ്. സോ ആർക്കെങ്കിലും ഇവിടെ ഇങ്ങനത്തെ സേവനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാനാണെങ്കിൽ വൂണ്ട് മാത്രമല്ല, ഫിസ്റ്റുല, പൈൽസ്, ഇതേപോലെ രോഗങ്ങളും ഹാൻഡിൽ ചെയ്യുക. അതേപോലെ നടുവേദന, മുട്ടുവേദന, അതിൻ്റെയൊക്കെ ആവശ്യമുള്ള രീതിയിൽ അത് നോക്കിയിട്ട് ചികിത്സിക്കാറ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ. ഇതൊക്കെ ചികിത്സകൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ മുകളിൽ തന്ന നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അപ്പോയിൻറ്റ്മെൻറ്റ് എടുക്കാം. ഓക്കെ, സോ മീറ്റ് യു നെക്സ്റ്റ് വീക്ക്. ടിൽ ദെൻ ഹാവ് എ നൈസ് ഡേ.